തീരുമാനം? അമിത്ഷാ രാജിവെക്കണം, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണം, രാജ്യത്തോട് മാപ്പ് പറയണം. രാജ്യത്തുടനീളം അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ധിക്കാരത്തോടെ ധാർഷ്ട്യത്തോടെയാണ് അമിത്ഷാ സംസാരിച്ചത്. അംബേദ്കറിനെ കുറിച്ച് RSSനും അമിത്ഷായ്ക്കും ഈ സർക്കാരിനുമുള്ള യഥാർത്ഥ വികാരമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഇതിഹാസ പുരുഷന്മാരെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഒരു വല്ലാത്തൊരു വ്യഗ്രതയുണ്ട്. യഥാർത്ഥത്തിൽ പൂച്ച പുറത്തായിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്. ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് തടസ്സപ്പെടുത്തുന്നതിനായി പല നിയന്ത്രണങ്ങളും ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെങ്ങനെ മറികടക്കാൻ വേണ്ടി കഴിയും? ലോകത്താദ്യമായിട്ടാണ് ഭരിക്കുന്ന പാർട്ടി പ്രതിഷേധിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. പ്രതിഷേധമെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്താ കണ്ടിരിക്കുന്നത്? പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ഭരണകക്ഷി, പാർലമെന്റിനുള്ളിൽ പ്രതിഷേധം നടത്തുന്ന ഭരണകക്ഷി. ഇത് ഏത് രീതിയാണ്? എന്ത് രീതിയാണ്? അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവർക്ക് പ്രതിഷേധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവർ ഭരണം ഒഴിവാക്കട്ടെ, അവർ വിടട്ടെ ഭരണത്തിൽ നിന്ന്, എന്നിട്ട് പ്രതിഷേധിക്കുക. അതല്ലേ ചെയ്യേണ്ടത്?